പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അല്ല, പ്രൊപ്പഗണ്ട സിനിമയല്ല, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അടിപൊളിയാണ്. അതായത് അച്ഛനെ കൊന്നിട്ട് അതിൻ്റെ പ്രതികാരം ചെയ്യുന്നത്, പിന്നെ മക്കളുടെ ഒരു മന്ത്രിമാരുടെ മക്കളുടെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അവരുടെ അഴിമതി അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. എന്നാലും കണ്ടിരിക്കുക, കുഴപ്പമില്ല, പോരടില്ല. അതെ അതെ അതെ, അതൊക്കെ തന്നെ. കുഴപ്പമില്ല. ഇല്ല, അങ്ങനെയൊന്നും നോക്കണ്ട, പടം കണ്ടിരിക്കുക, നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. അടിപൊളിയാണ്. ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, താങ്ക് യു. നല്ല സിനിമയാണ്. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നല്ല മേക്കിംഗ് ആണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പക്ഷേ ഇതിനകത്ത് എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടും. കേരളത്തിൽ ഇത് ഒരുപാട് സംസാരമാവും, വിഷയമാവും, അതൊരു സംശയം വിചാരിക്കണം. പക്ഷേ കേരളത്തിനൊരു തൻ്റെ ഇടത്തോടു കൂടി, ധൈര്യത്തോടു കൂടി ഞാൻ പറയുന്നു, കേരളത്തിന് എടുത്ത് നിർത്തി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പിണറായി വിജയൻ തന്നെയാണ്. എന്തായാലും ഭരണമാറ്റം ഉണ്ടാവില്ല. ഇത് സിനിമ കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്ത് കണ്ടാലും ഭരണമാറ്റം ഉണ്ടാവില്ല. ആർജവത്തോടുകൂടി കേരളത്തിലെ യുവത്വങ്ങൾക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു മുഖ്യമന്ത്രിയുണ്ട്. ധൈര്യത്തോട് ചങ്കൂറ്റത്തോടുകൂടി പറയാം, അദ്ദേഹത്തിൻ്റെ പേര് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് അടുത്ത മുഖ്യമന്ത്രി. ഈ പടം ഉമ്മൻചാണ്ടിനെ പറ്റിയാണോ? അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണ്ട. ഞാൻ പറഞ്ഞില്ല, സിനിമ എന്തുകൊണ്ടും നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്. പക്ഷേ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിനിമ എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ആസ്വാദകർ, പ്രേക്ഷകൻ എന്ന നിലയിൽ സിനിമ ബെറ്റർ സിനിമയാണ്. ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. പക്ഷേ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പിണറായി വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രി. അത് പ്രേക്ഷകർ തീരുമാനിക്കും. ഞാൻ പറഞ്ഞില്ല, സിനിമ നല്ല സിനിമയാണെന്ന് ഞാൻ ഇപ്പോഴും പറയണ്ടേ, എടുത്തു പറയേണ്ടത് നല്ല കിടിലൻ സിനിമ തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അല്ല, പ്രൊപ്പഗണ്ട സിനിമയല്ല, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് മമതയോ വിരോധമോ ഒന്നും കാണിക്കാത്ത ഒരു സിനിമയാണ്. വ്യക്തികളെ അധിക്ഷേപിക്കാത്ത ഒരു സിനിമയാണ്. അതിനെ പൊതുവിൽ അതിന് കൂടുതൽ വിമർശിക്കപ്പെട്ടിരിക്കുന്നത് മീഡിയയാണ്. ശരിക്കും പറഞ്ഞാൽ ഓവർ ആയിട്ടുള്ള മീഡിയയാണ് അതിന് കൂടുതൽ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ യൂത്തിൻ്റെ ടെക്നോളജി നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ സാധ്യതകളെ ഒക്കെ അതിൽ പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെ സന്തോഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള അങ്ങനെ ഒരു ഇതാണ് നമുക്ക്. പിന്നെ അത് ഡിസ്കസ് ചെയ്യാം, ഓരോ പോയിന്റും ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സ്ത്രീകളെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ പലപ്പോഴും സ്ത്രീകളുടെ ഒരു സ്വാതന്ത്ര്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ മറ്റുള്ളവരുടെ ടൂളാവണതിനെ പറ്റിയിട്ടൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട്. ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതാണ് രണ്ട് പാർട്ടിയെ ഒരേപോലെ ബാലൻസ്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ സ്വാധീനിക്കാൻ ഒരു സിനിമയും കൊണ്ടൊന്നും ഒന്നാമത്തെ ഇലക്ഷനെ സ്വാധീനിക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു ഉദ്ദേശം ഇതിൽ എനിക്ക് തോന്നിയില്ല. കാരണം ഇലക്ഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടി ഓർക്കുകയാണെങ്കിൽ തന്നെ പ്രതിപക്ഷത്തിന് അപ്പുറം ഒരേപോലെ കാണിക്കുന്നുണ്ട്. ബാലൻസ്ഡ് ആണ്.